ഹോട്ട് ന്യൂസിലേക്ക് വിശദമായി കടക്കുകയാണ്. ഇറാനെ ആക്രമിച്ച അമേരിക്ക. ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അമേരിക്കൻ ആക്രമണത്തെ അനുകൂലിച്ചും എതിർത്തും ലോകരാജ്യങ്ങൾ. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആക്രമണത്തെ അപലപിച്ചു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നാളെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും യൂറോപ്യൻ യൂണിയനും യോഗം ചേരും. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി നാളെ മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക അറിയിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ പറഞ്ഞു. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ സുരക്ഷ ശക്തമാക്കി. പ്രധാന റോഡുകൾ ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങളോട് ബഹ്റൈൻ നിർദ്ദേശിച്ചു. സ്കൂളുകൾ ഓൺലൈനിലേക്ക് മാറ്റി. ബി ദിലീപ് കുമാർ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്, ഒപ്പം അൻവർ പാലേരി ഖത്തറിൽ നിന്നും തത്സമയം ചേരും. ആദ്യം ബി ദിലീപ് കുമാറിലേക്ക്. ദിലീപ്, ലോകരാഷ്ട്രങ്ങൾ ഈ ആശങ്കയോടുകൂടിയാണ് ഈ അമേരിക്കൻ നീക്കത്തെ, കടന്നാക്രമണത്തെ കാണുന്നത്. തിരിച്ചടിയായി ഇറാന്റെ ഭാഗത്തു നിന്ന് മിസൈൽ ആക്രമണം ഇസ്രയേലിന് നേരെ നടക്കുകയും ചെയ്യുന്നു. ഇനി ഏതൊക്കെ രാജ്യങ്ങൾ ഈ ചേരികളിൽ, യുദ്ധചേരികളിൽ അണിനിരക്കുമ്പോൾ ഒരു സംഘർഷം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ചൈനയും റഷ്യയും ഒക്കെ എടുക്കുന്ന നിലപാടുകളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? ഗൂഗിൾ ഇറാനിലെ 3 പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾക്കു നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ലോകരാജ്യങ്ങൾ രംഗത്തെത്തി. പ്രത്യേകിച്ച് സമാധാനത്തിൻ്റെ പാതയിലൂടെയാണ് പോകേണ്ടത് എന്ന അഭിപ്രായത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഏതാണ്ട് ഒറ്റക്കെട്ടാണ്. അതേസമയം അമേരിക്കയുടെ നടപടിയെ ശക്തമായി അപലപിച്ചുകൊണ്ട് റഷ്യ, ചൈന, പാകിസ്ഥാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ, ഇതോടൊപ്പം തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ക്യൂബ, വെനിസ്വേല തുടങ്ങിയ രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. സമാധാനത്തിൻ്റെ മാർഗം സ്വീകരിക്കണം എന്ന നിലപാടുമായി നിരവധി രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്ക നടത്തിയിട്ടുള്ളത് നഗ്നമായ രാജ്യാന്തര നിയമങ്ങളുടെ, രാജ്യാന്തര ചട്ടങ്ങളുടെ ലംഘനമാണ്, UN ചാർട്ടറിൻ്റെ ലംഘനമാണ് എന്നാണ് റഷ്യയും ചൈനയും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വയം ഒരു സമാധാനവാദിയാണെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം തന്നെ ഒരു യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് റഷ്യയുടെ ഔദ്യോഗിക വക്താക്കൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ആ നിലയിലുള്ള പ്രതികരണങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക നടത്തിയിട്ടുള്ള ഈ 3 പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ, ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ, ഈ 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ അതിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ടില്ല. ഇറാൻ ആകട്ടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല, അതുവഴി ആണവ വികിരണ ചോർച്ചയുണ്ടായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അമേരിക്കയുടെ B-2 സ്റ്റെൽത്തർ ബോംബുകളാണ് ഈ ആക്രമണത്തിന് ഉപയോഗിച്ചിരുന്നത്. വളരെ വലിയ ആഴത്തിലേക്ക് പോയി മാരകമായ പ്രഹരശേഷി നടത്തുന്ന തരത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് അമേരിക്ക ഈ ഭൂഗർഭ ആണവ നിലയങ്ങളിലേക്ക് ഉപയോഗിച്ചത്. യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നു എന്നാരോപിച്ചാണ് അമേരിക്ക ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ ഏതാണ്ട് 81-90 മീറ്റർ വരെ താഴ്ചയിലുള്ള ആണവ നിലയങ്ങൾക്ക് എന്തെങ്കിലും തകരാർ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യവും ഇപ്പോഴും വ്യക്തമല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് ഇത് അവരുടെ ലക്ഷ്യം നിറവേറ്റി ആണവ കേന്ദ്രങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കിയെന്നാണ്. എന്നാൽ ഈ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പരമാവധി 61 മീറ്റർ വരെയാണ് ഭൂമിക്കടിയിൽ പോകാൻ കഴിയുക എന്ന കാര്യവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇക്കാര്യത്തിൽ വസ്തുതകൾ കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. ഇറാൻ പറയുന്നത് ഇത്തരത്തിലൊരു ആക്രമണം, ഈ ഫോർദോയിലടക്കം ആക്രമണം അവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവകാശവാദങ്ങൾ എന്തുതന്നെയായാലും ഈ പെട്ടെന്നുള്ള ആക്രമണത്തിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് ലോകം. അത് പശ്ചിമേഷ്യയിൽ എത്രത്തോളം സംഘർഷം രൂക്ഷമാക്കും എന്നതും ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കടക്കമുള്ള തന്ത്രപ്രധാനമായ ചില മേഖലകളുണ്ട്. ലോകത്തെ എണ്ണ വ്യാപാരം നടക്കുന്ന പ്രധാനപ്പെട്ട കടലിടുക്കാണ് ഈ ഹോർമുസ് കടലിടുക്ക്. അവിടെ ഇറാൻ ആധിപത്യമുള്ള ഒരു കടലിടുക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും കടുത്ത നടപടി, അതുവഴിയുള്ള ചരക്ക് ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതോ വിലക്കേർപ്പെടുത്തുന്നതോ ആയ നടപടി ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്ന കാര്യവും ഉറ്റുനോക്കുന്നുണ്ട്. ഒരു വിഭാഗം രാജ്യാന്തര നിരീക്ഷകർ പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കെണിയിൽ അമേരിക്ക വീണു എന്നാണ്. ഇത് അമേരിക്കയെ കൂടി യുദ്ധത്തിൽ പങ്കാളിയാക്കുക എന്നതായിരുന്നു നെതന്യാഹുവിൻ്റെ ആഗ്രഹം. അതിലേക്ക് ഡൊണാൾഡ് ട്രംപിനെയും കൊണ്ടുവരാൻ നെതന്യാഹുവിന്
കഴിഞ്ഞു എന്ന കാര്യം ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ അടിയന്തര യോഗം നാളെ വിയന്നയിൽ ചേരുന്നുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ യോഗവും നാളെ ചേരുന്നുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി അദ്ദേഹം മോസ്കോയിലേക്ക് തിരിച്ചിട്ടുണ്ട്. നാളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും.